നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും. സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട് കടന്നുവന്ന ദർശനങ്ങളിലധികവും മാനവവിരുദ്ധവും അക്രമാസക്തവുമായിത്തീർന്നതാണ് ചരിത്രം സാക്ഷി നിൽക്കുന്നത്. വ്യക്തികളുടെ സംസ്കരണവും നീതിയോടുള്ള പരസ്പര വർധനയും അതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ സുരക്ഷയും സ്ഥിതിയുമാണ് സാമൂഹ്യ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം സാധിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന് ആർക്കും സമ്മതിക്കേണ്ടി വരും. പ്രത്യയശാസ്ത്ര നിർമ്മിതമായി മനുഷ്യരെ കശാപ്പ് ചെയ്യുകയല്ല, മനുഷ്യരുടെ ജീവിതത്തെ സംസ്കരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ലോകത്തിന് മാതൃകയാവുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. താൻ സൃഷ്ടിച്ചെടുത്ത ആദർശ സമൂഹത്തെ നശിപ്പിക്കുവാനായി ആയുധമെടുത്തവരുമായി യുദ്ധം ചെയ്യുകയും സദ്യയിലേർപ്പെടുകയും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയുമെല്ലാം ചെയ്ത നബി നടപടികളിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എങ്ങനെയാവണമെന്നതിനുള്ള വ്യക്തമായ മാതൃകകളുണ്ട്. സമൂഹ സംസ്കരണത്തിൻ്റെ നബി മാതൃക. മുസ്തഫ തൻവീർ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ നബി മാതൃക എന്ന വിഷയമാണ് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. നമുക്കറിയാം, സാമൂഹ്യ പരിഷ്കരണം എന്ന പദം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് എല്ലാ കാലത്തും ചില പ്രത്യേകമായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രസരിപ്പിക്കാനും ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ മാറ്റിത്തീർക്കുവാനുമുള്ള പരിശ്രമങ്ങളാണ്. പ്രവാചകന്മാരെല്ലാം പ്രത്യേകമായ ആശയങ്ങൾ പ്രബോധനം ചെയ്തവരും പ്രസ്തുത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങളെ പരിവർത്തിപ്പിക്കാൻ ശ്രമിച്ചവരുമായിരുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരിൽ അന്തിമൻ എന്ന നിലക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് വലിയ തോതിൽ ഇടപെടുകയും ലോകത്തൊരു പക്ഷേ അന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത തരം വിപ്ലവങ്ങൾ ആ രംഗത്ത് ഉണ്ടാക്കുകയും ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ട സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് നായകത്വം വഹിക്കുകയും ചെയ്ത അന്തിമ പ്രവാചകനാണ്. ഇത് പറയുമ്പോൾ സാമൂഹ്യ പരിഷ്കരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടുശീലമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്ന് പ്രവാചകൻ എങ്ങനെയൊക്കെ വ്യത്യസ്തനാകുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് വലിയ സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഭൗതിക ദാർശനികരെ നമുക്കറിയാം. നമുക്കെല്ലാം അറിയാം, ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഭൗതിക ദർശനം മാർക്സിസമായിരുന്നു എന്ന്. മാർക്സും ആംഗൽസും രൂപകൽപ്പന ചെയ്ത ചില സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ ഘടനയെ തന്നെ പൊളിച്ചെഴുതാനാണ് ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. ഈ മാർക്സിസത്തിന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നതിന് നമ്മളെല്ലാവരും സാക്ഷികളാണ്. മാർക്സിസം നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച 12ഓളം രാഷ്ട്രങ്ങൾ, ആ 12ഓളം രാഷ്ട്രങ്ങൾ മാർക്സിസത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നു എന്ന വസ്തുത ലോകത്ത് പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് റഷ്യയിൽ സ്വകാര്യ സ്വത്തിൻ്റെ നിഷ്കാസനം വഴി ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം നടപ്പിലാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ പരിശ്രമിച്ച ശേഷം ഗോർബച്ചേവിൻ്റെ പെരിസ്ട്രോയ്ക്കയോടുകൂടി സോവിയറ്റ് റഷ്യ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കുറ്റസമ്മതം നടത്തുകയും മാർക്സിസം അപ്രായോഗികമാണ് എന്ന് കുമ്പസരിക്കുകയും മുതലാളിത്തത്തിലേക്ക് തിരിഞ്ഞു നടക്കുകയും ചെയ്തതിന് ചരിത്രം സാക്ഷിയാണ്. സോവിയറ്റ് റഷ്യ പതിറ്റാണ്ടുകൾ കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിലുള്ളൊരു സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ബാക്കി പത്രം
ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര മാത്രമായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് ലോകത്തുള്ളവർ പോലും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. 1.5 കോടി മനുഷ്യരെങ്കിലും പിടഞ്ഞു മരിച്ചു സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗം യാഥാർത്ഥ്യമാകാൻ. എന്നാൽ ആ 1.5 കോടി ആളുകളുടെ ചോര ഭൂമുഖത്ത് ചിന്തി എന്നതിൽ കവിഞ്ഞ് സൃഷ്ടിപരമായി എന്തെങ്കിലും ഒരു സംഭാവന ആ കാലഘട്ടം ലോകത്തിന് നൽകിയതായി ആർക്കും ഇന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇത് കേവലം ഒരു റഷ്യയുടെ മാത്രം അനുഭവമല്ല. ചൈനയിലും ഉത്തര കൊറിയയിലും കിഴക്കൻ ജർമ്മനിയിലും വിയറ്റ്നാമിലും ബൾഗേറിയയിലും അടക്കം മാർക്സിസം പരീക്ഷിക്കപ്പെട്ട നാടുകളിൽ മുഴുവൻ ഒരുപാട് മനുഷ്യരുടെ ശവക്കല്ലറകൾ ഉണ്ടായി എന്നതല്ലാതെ അവിടങ്ങളിലൊന്നും ഇവർ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സാമൂഹ്യ സൃഷ്ടി സാധ്യമായില്ല എന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ്. മാർക്സിസം അടക്കമുള്ള ഭൗതിക ദർശനങ്ങളെല്ലാം തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിച്ചത് അവരുടെ തലച്ചോറിൽ രൂപം കൊണ്ട ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ തലച്ചോർ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പദാർത്ഥ ലോകത്തെ അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. പദാർത്ഥാതീതമായ അസ്തിത്വമുള്ള നന്മ തിന്മകളെ കണിശമായി വ്യവച്ഛേദിക്കുവാനോ നമ്മുടെ സാമൂഹ്യ സാഹചര്യം നമ്മുടെ തലച്ചോറിൽ ഏൽപ്പിക്കുന്ന മുൻധാരണകളെ കുടഞ്ഞെറിയാനോ സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് സാധ്യമല്ല തന്നെ. അതുകൊണ്ട് തന്നെ ഏത് സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നാം നന്മ തിന്മകളെ നിർണയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചാലും ഭീകരമായ അബദ്ധങ്ങളിൽ നാം ചെന്നു ചാടും. പലപ്പോഴും നാം എത്തിപ്പെടുന്ന ആശയങ്ങൾ അപ്രായോഗികമായിരിക്കും, അതിലുപരി ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നതായിരിക്കും. സോവിയറ്റ് റഷ്യ നീണ്ട പതിറ്റാണ്ടുകൾ നിലനിന്ന ശേഷം ഞങ്ങൾ മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച സമയത്ത് ആ മുതലാളിത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ നയപ്രഖ്യാപനം നടത്തിയത് അന്നത്തെ USSRന്റെ പ്രസിഡന്റായിരുന്ന ഗോർബച്ചേവായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഗോർബച്ചേവ് അതിയായ ദുഃഖഭാരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പെരിസ്ട്രോയ്ക്കയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഈ ഇരുമ്പ് മറക്കകത്ത് മാർക്സിൻ്റെയും ആംഗൽസിൻ്റെയും സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ അതിശക്തമായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് മുട്ടുമടക്കേണ്ടി വന്നു. ഞങ്ങൾ ഇനിയും വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ മുതലാളിത്തത്തിലേക്ക് പോവുകയാണ്. കുറ്റസമ്മതങ്ങൾ എപ്പോഴും നല്ലതാണ് എന്ന് നമുക്കറിയാം. കുറ്റസമ്മതങ്ങൾ കേൾക്കാൻ ഭംഗിയുണ്ടാകും. പക്ഷേ റഷ്യയിൽ കുരുതി കൊടുക്കപ്പെട്ട 1.5 കോടി മനുഷ്യർ, ആ 1.5 കോടി മനുഷ്യർക്ക് ഈ കുറ്റസമ്മതം കൊണ്ട് ലഭിച്ച ലാഭം എന്താണ്? ചൈന കമ്മ്യൂണിസ്റ്റ് അക്ഷരവായനയിൽ നിന്ന് പോയി സ്വകാര്യ സ്വത്ത് അനുവദിക്കുന്ന തലത്തിലേക്ക് മാറിയെന്ന് നമുക്കറിയാം. പക്ഷേ സ്വകാര്യ സ്വത്ത് ചൈനയിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി കുരുതി കൊടുക്കപ്പെട്ട ലക്ഷങ്ങൾക്ക് ഈ മനംമാറ്റം കൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഒരു നേട്ടവും ലഭിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സ്വന്തമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകൾ നിർണ്ണയിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി പിൽക്കാലത്ത് നമുക്ക് ഖേദിക്കേണ്ടി വരുമെന്നും ആ ഖേദത്തിന് പരിഹാരമുണ്ടാക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തനാകുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വന്തം തലച്ചോറിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത ആശയങ്ങളിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുകയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച പ്രബോധനം ചെയ്ത ആശയങ്ങളെല്ലാം സർവ്വലോക സ്രഷ്ടാവിൻ്റെ മാർഗദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതാണ്. സർവജ്ഞനും സർവശക്തനുമായ പ്രപഞ്ചനാഥൻ, തെറ്റുപറ്റാത്ത അറിവിൻ്റെ ഉടമസ്ഥനായ പ്രപഞ്ചനാഥൻ, ആ പ്രപഞ്ചനാഥൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യബോധനത്തിലൂടെ വഹിയിലൂടെ കൈമാറിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ വെച്ച് പ്രവാചകനും ഭൗതിക ദാർശനികരും തമ്മിലുള്ള സാമൂഹ്യ പരിഷ്കരണ രംഗത്തെ വ്യത്യാസം അടിസ്ഥാനപരമായി തന്നെ ആരംഭിക്കുന്നു. ഇത് ചെറിയൊരു വ്യത്യാസമല്ല. കാരണം ഈ വ്യത്യാസം സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഉള്ളടക്കത്തിലും പ്രയോഗത്തിലുമെല്ലാം കൃത്യമായി പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആശയങ്ങളിലേക്കാണ് സമൂഹത്തെ നയിച്ചത് എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരാശയം തിന്മയാണ് എന്ന് പറയാൻ ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയാണ് എന്ന് പഠിപ്പിച്ച ഒരാശയം യഥാർത്ഥത്തിൽ തിന്മയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ നന്മയാണ് എന്ന് പറഞ്ഞ് അവരെ കൈപിടിച്ച് കൊണ്ടുപോയ ഒരു നിലപാട്, ആ നിലപാട് തിന്മയായിരുന്നു എന്ന് ഭൂമിയിൽ ഒരാൾക്കും ഒരിക്കലും സമർത്ഥിക്കാൻ കഴിയില്ല. ഇതേപോലെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയായിരുന്നു എന്ന് പഠിപ്പിച്ചൊരാശയം അത് യഥാർത്ഥത്തിൽ നന്മയായിരുന്നു എന്ന് സമർത്ഥിക്കുവാൻ എത്ര വലിയ ദിശനാശാലികൾ പരിശ്രമിച്ചാലും സാധ്യമാകില്ല എന്നതിന് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം സാക്ഷിയാണ്. ഇവിടെ തെറ്റുപറ്റാത്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ സംസ്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ അടിസ്ഥാനപരമായൊരു കാര്യം കൂടിയുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സന്ദേശത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. മാർക്സിന്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം ഘോരഘോരം പ്രസംഗിക്കുന്നു. മിഷേൽ ഫൂക്കോയുടെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ സംബന്ധിച്ച് നാം വളരെയധികം ചർച്ച ചെയ്യുന്നു. സാർത്രിന്റെ പ്രബന്ധങ്ങളെക്കുറിച്ച് നാം തൊണ്ട കീറുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ ബുദ്ധിജീവികളുടെ ദാർശനികരുടെ ജീവിതത്തിലേക്ക് നമ്മളാരും പ്രവേശിക്കാറില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരാദരവും ലഭിക്കാതെ സാധാരണക്കാരനായി കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ ധാർമ്മികത പോലും ഇവരിൽ പലർക്കും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്ത് വാഴ്ത്തപ്പെടുന്ന ബുദ്ധിജീവികളുടെ ഭൗതിക ദാർശനികരുടെ എല്ലാം വ്യക്തി ജീവിതത്തിലേക്ക് നാം കടന്നു ചെന്നാൽ എത്രത്തോളം അധാർമികവും അനിയന്ത്രിതവുമായ രീതിയിലാണ് അവരെല്ലാം സ്വന്തം ജീവിതങ്ങൾ ജീവിച്ചു തീർത്തത് എന്നൊരു ഞെട്ടലോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോൾ ജോൺസന്റെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, ഇന്റലക്ച്വൽസ് എന്ന പുസ്തകം. ഇന്റലക്ച്വൽസ് എന്ന പുസ്തകത്തിൽ പോൾ ജോൺസൺ അദ്ദേഹം ലോകത്തെ പ്രഗത്ഭരായ ചില ബുദ്ധിജീവികളുടെ ജീവിതങ്ങൾ നമുക്ക് വേണ്ടി അനാവരണം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൽ പോൾ ജോൺസൺ മാർക്സ് മുതൽ സാർത്രേ മുതൽ ഫൂക്കോ വരെ ചോംസ്കി വരെയുള്ള മാർക്സും സാർത്രേയും മുതൽ ഫൂക്കോയും ചോംസ്കിയും വരെയുള്ള ബുദ്ധിജീവികളെ ഞാൻ പരിശോധിക്കുന്നു എന്നാണ് പോൾ ജോൺസൺ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം നമ്മളെല്ലാവരും മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ബുദ്ധിജീവികളിൽ ഓരോരുത്തരെയായി അവലോകനം ചെയ്യുന്നു. അവരുടെ മുഴുവൻ മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴുന്നു. അവരുടെയെല്ലാം വ്യക്തിജീവിതം ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കപ്പെടാൻ കഴിയാത്തത്രയും മലീമസമാണ് എന്ന് ഒരു ഞെട്ടലോടുകൂടി വായനക്കാരൻ തിരിച്ചറിയുന്നു. എന്നാൽ ഇവിടെ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരണം. ഒന്നാമതായി, കുറ്റമറ്റ ആശയങ്ങൾ മാത്രം സമൂഹത്തിന് അദ്ദേഹം കൈമാറി എന്നതിനോടൊപ്പം ആ ആശയങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് 100% പരാവർത്തനം ചെയ്യാൻ പ്രവാചകന് കഴിഞ്ഞു. ഇവിടെ പലതവണ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അകവും പുറവും തമ്മിൽ, അദ്ദേഹത്തിന്റെ ജീവിതവും സന്ദേശവും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് ഇസ്ലാമിന്റെ കടുത്ത വിമർശകർക്ക് പോലും പറയാൻ കഴിയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പ്രവാചകൻ ജീവിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകനെ നിഷേധിച്ചവരുണ്ടായിട്ടുണ്ട്, പ്രവാചകന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവരാരും, പ്രവാചകന്റെ ഒരു ശത്രു പോലും പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാണ് പ്രവാചകൻ എന്ന്, അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധമില്ല എന്ന്, ആ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ പ്രവാചകൻ പരാജയപ്പെട്ടു എന്ന് പ്രവാചകന്റെ കഠിനരായ ശത്രുക്കൾ പോലും ആരോപിച്ചിട്ടില്ല. ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ എനിക്ക് പറയാൻ കഴിയും, മുഹമ്മദ് നബിയുടെ ജീവിതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന സകല ഇസ്ലാം വിമർശകരോടും, നിങ്ങളുടെയെല്ലാം പ്രത്യയശാസ്ത്രത്തിന്റെ ഊർജ്ജ സ്രോതസ്സുകളായി വിലയിരുത്തുന്ന മഹാബുദ്ധിജീവികൾ, അവരിലെ ആരുടെയെങ്കിലും ജീവിതത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ച് ഇതാ പറഞ്ഞത് മാത്രമേ അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അധാർമികമായി യാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരെങ്കിലും സന്നദ്ധമാകുമോ? ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ വചനം ഈ ചർച്ചയിൽ പലതവണ പല വിഷയാവതരണങ്ങളിലായി ഉദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രഖ്യാപനം നടത്തുന്നത് പ്രവാചകനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ പ്രവാചകൻ സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിന് 9ഓളം ഭാര്യമാരുണ്ട്. ആ പ്രവാചകൻ ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണ്. അദ്ദേഹം സത്യവിശ്വാസികളുടെ ഇമാമാണ്. അദ്ദേഹം വിദേശ രാഷ്ട്ര പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നവനാണ്. സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്. ഒരുപാട് ശത്രുക്കളുള്ളയാളാണ്, വിമർശകനാണ്, അങ്ങനെ പലതുമാണ്. പല രീതിയിലും വിമർശിക്കപ്പെടുന്ന, പല രീതിയിലുള്ള ശത്രുക്കളുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഇതാ നിങ്ങൾക്ക് ഉത്തമമായ ജീവിത മാതൃക എന്നിലേക്ക് നോക്കൂ, എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിത മാതൃക നിങ്ങൾക്ക് ധൈര്യമായി അനുധാവനം ചെയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ ആ ജീവിതം സ്ഫടിക സമാനം വിശുദ്ധമായിരിക്കണം. കാരണം ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശത്രുവിന് പോലും ഇല്ല പ്രവാചകന്റെ ജീവിതം മാതൃകാപരമല്ല,
അതിൽ അബദ്ധങ്ങളുണ്ട്, അതിൽ സ്ഖലിതങ്ങളുണ്ട്, അതിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് പ്രവാചകന്റെ കഠിനനായൊരു ശത്രുവിന് പോലും ആരോപിക്കാൻ കഴിയാത്ത വിധം ആ ജീവിതം വിശുദ്ധമായിരുന്നു എന്ന വസ്തുത കൂടിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മറ്റു സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുപറ്റാത്ത ആശയങ്ങൾ മാത്രം സമൂഹത്തിന് കൈമാറിയ വ്യക്തിയും, രണ്ടാമതായി ആ ആശയങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി പ്രയോഗവൽക്കരിച്ച് മാതൃകയായി തീർന്ന് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. മൂന്നാമതായി ഭൗതിക ദാർശനികരും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം സാമൂഹ്യ പരിഷ്കരണത്തിന് നിശ്ചയിച്ചൊരു മുൻഗണനാക്രമമുണ്ട്. ആ മുൻഗണനാക്രമം ഭരണകൂടത്തെ അട്ടിമറിച്ച്, നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയെ അട്ടിമറിച്ച്, കലാപങ്ങളിലൂടെ അട്ടിമറിച്ച് പുതിയൊരു രാഷ്ട്രീയ വ്യവസ്ഥിതി നിലവിൽ വരുത്തിക്കൊണ്ടാണ് സാമൂഹ്യ പരിഷ്കരണം ആരംഭിക്കേണ്ടത് എന്ന നിലപാടാണ്. ലോകത്ത് ഒരുവിധം എല്ലാ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും പൊതുവിൽ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ രീതിശാസ്ത്രമായി ഉയർത്തിപ്പിടിക്കുന്നത് വ്യവസ്ഥിതി മാറ്റത്തിലൂടെയുള്ള സാമൂഹിക പരിഷ്കരണം എന്ന രീതിശാസ്ത്രമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ രീതിശാസ്ത്രത്തെ ഒരിക്കൽ പോലും പിന്തുടർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. മക്കയിൽ 13 വർഷക്കാലം എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ടും മക്കയിലെ സാമൂഹ്യ വ്യവസ്ഥിതി പ്രവാചകന്റെ പ്രബോധന സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചിട്ടും ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നേയില്ല. പ്രവാചകന് പല വിധത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും എല്ലാം മക്കയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ളൊരു കലാപത്തിലൂടെ മക്കയിലെ സാമൂഹ്യ ക്രമത്തിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ വഴി പ്രബോധന സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരുവിധ ശ്രമവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ അനുചരന്മാരുടെയോ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. വ്യവസ്ഥിതി മാറ്റത്തിലൂടെ മനുഷ്യരെ സംസ്കരിക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാട് തന്നെ അബദ്ധമാണ് എന്നതാണ് പ്രവാചകന്റെ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മനുഷ്യർ സംസ്കരിക്കപ്പെടേണ്ടത് അടിസ്ഥാനപരമായി അവരുടെ മനസ്സുകളിലാണ് എന്നാണ്. മനസ്സ് മാറി നല്ല വ്യക്തിയുണ്ടാകുമ്പോൾ മാത്രമേ ആ നല്ല വ്യക്തിയിൽ നിന്ന് നല്ല കുടുംബം ഉണ്ടാകൂ. നല്ല കുടുംബത്തിൽ നിന്ന് മാത്രമേ നല്ല സമൂഹം ഉണ്ടാകൂ. നല്ലൊരു സമൂഹത്തിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രത്തിന്റെ സൃഷ്ടി സാധ്യമാകൂ. ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നൊരു സാമൂഹ്യ പരിഷ്കരണ രീതിയെ തിരസ്കരിച്ചുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നൊരു സാമൂഹ്യ പരിഷ്കരണ രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ചത്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചത് വ്യക്തികളിലായിരുന്നു. വ്യക്തികളെ സംസ്കരിക്കുകയും അവർക്ക് നന്മ തിന്മകളെ സംബന്ധിച്ച അവബോധം ഉണ്ടാക്കുകയും ആ നന്മ തിന്മകളെ സംബന്ധിച്ച അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പ്രതികൂല സാഹചര്യത്തിലും എത്ര പ്രതികൂലമായ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് കീഴിലും ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമേയില്ല, സന്മാർഗവും ദുർമാർഗവും പരസ്പരം വേർതിരിഞ്ഞിരിക്കുന്നു എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഈ ഒരു രീതിശാസ്ത്രവുമായി കൂടി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ച തമ്പുരാൻ ഈ സൂക്തത്തിൽ പ്രഖ്യാപിക്കുന്നത് പ്രവാചകരെ മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേയില്ല, സന്മാർഗവും ദുർമാർഗവും രണ്ടും വേറെ വേറെയായി വേർതിരിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് എന്താണ് സന്മാർഗമെന്നും എന്താണ് ദുർമാർഗമെന്നും മനസ്സിലാക്കി കൊടുക്കണം. ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ കഴിയണം. മനസ്സ് മാറിക്കൊണ്ടാകണം ജനങ്ങൾ ആദർശത്തിൽ പ്രവേശിക്കുന്നത്. ഭരണകൂടത്തെ അട്ടിമറിച്ച് നമ്മുടേതായൊരു ഭരണകൂടത്തെ സ്ഥാപിച്ച് ആ ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആളുകളുടെ മേൽ ആശയം അടിച്ചേൽപ്പിക്കുന്ന രീതി ഇസ്ലാമിന് അന്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നു. സോവിയറ്റ് റഷ്യ തകർന്ന സമയത്ത് സോവിയറ്റ് റഷ്യ തകരാനുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ വളരെ ശ്രദ്ധേയമായൊരു അഭിപ്രായം സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചിരുന്നു. അവർ പറഞ്ഞത് സോവിയറ്റ് റഷ്യ തകരാനുള്ള കാരണം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാതെ രാഷ്ട്രം കമ്മ്യൂണിസ്റ്റ് ആയതാണ് എന്നതാണ്. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാതെ, ജനങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ പ്രവേശിക്കാതെ രാഷ്ട്രം കമ്മ്യൂണിസ്റ്റ് ആവുകയും രാഷ്ട്രം ആ ആശയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് സോവിയറ്റ് റഷ്യ തകർന്നത് എന്ന് പ്രഗത്ഭരായ പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും അന്ന് നിരീക്ഷിക്കുകയുണ്ടായി. തീർച്ചയായും ആ നിരീക്ഷണത്തിൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിയോജിക്കേണ്ട പല വശങ്ങളുമുണ്ട്. എന്നാൽ മനസ്ഥിതി മാറാതെ വ്യവസ്ഥിതി മാറിയതുകൊണ്ട് കാര്യമില്ല എന്ന സത്യം ആണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടുകളുടെ അന്തസത്തയാണ് ഈ വർത്തമാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയപ്പെട്ടതുപോലെ ഈ 3 തലങ്ങളിലും ഒന്നാമതായി
അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആശയങ്ങളുടെ ഉള്ളടക്കത്തിലും, രണ്ടാമതായി അത് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലും, മൂന്നാമതായി അതിൻ്റെ പ്രയോഗവൽക്കരണത്തിന് അദ്ദേഹം സ്വീകരിച്ച രീതിശാസ്ത്രത്തിലും മറ്റുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞരിൽ നിന്ന്, ഭൗതിക ദാർശനികരിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നു. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹ്യ പരിഷ്കരണത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്ന നാലാമത്തെ ഘടകം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ദൗത്യം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയ പരിധിയില്ലാത്ത ത്യാഗ തീവ്രതയുടെ പൊരിവയിലാണ്. നമുക്കെല്ലാം അറിയാം, സാമൂഹ്യ പരിഷ്കരണം ഒരു സൗകര്യമായി കൊണ്ടു നടക്കുന്നവരുണ്ട്, ഒരു സേവന പ്രവർത്തനമായി കൊണ്ടു നടക്കുന്നുണ്ട്. ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് കേവലം ഒരു ഒഴിവു സമയ വിനോദമായി കണ്ടവരുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആശയങ്ങൾ സമൂഹത്തിന് കൈമാറാനുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർവഹിച്ചിടത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളുടെ തീവ്രത ഒരുപക്ഷെ ലോകത്തൊരു സാമൂഹ്യ പരിഷ്കർത്താവിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്തതാണ്. നമ്മൾ വെറുതെ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ മഹാബുദ്ധിജീവികളെയെല്ലാം കൈവടിഞ്ഞ് ശാന്തമായി നമ്മിലേക്കൊന്ന് തിരിച്ചു വരിക. നാം ഒരു കുടുംബത്തിൽ സ്വസ്ഥമായി ജീവിക്കുന്നു, നമുക്കെല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, വിലയുണ്ട്, നിലയുണ്ട്, എല്ലാവരും നമ്മെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഇതിനിടയിൽ നമുക്കൊരു സത്യം മനസ്സിലാകുന്നു. ആ സത്യം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും അജ്ഞാതമാണ്. ഈ സത്യം നാം സമൂഹത്തിന് മുന്നിൽ തുറന്നു പ്രഖ്യാപിക്കുന്നു. അത് തുറന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് സമൂഹം നമുക്കെതിരെ തിരിയുന്നു, നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, നമ്മെ കൊലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു, നമ്മുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നു, നമ്മെ പിന്തുണച്ചവരുടെ കഴുത്തറക്കുന്നു, അവരെ ലോകചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരം പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു. നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നാം വളരെ പെട്ടെന്ന് കോംപ്രമൈസുകളിലേക്ക് പോകും, നാം വളരെ പെട്ടെന്ന് സമരസപ്പെടും. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സ്വസ്ഥതയെ അപായപ്പെടുത്തുന്ന രീതിയിൽ കേവലം ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, അതും ആ സത്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഭൗതികമായി യാതൊരുവിധ കാര്യലാഭവും ഇല്ലതാനും, ആ സത്യം ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ നമുക്കൊന്നും തന്നെ നേടാനില്ലതാനും, അത്തരമൊരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായാൽ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മക്കയിലുള്ള മേൽവിലാസം നമുക്കറിയാം. സമൂഹത്തിലെ സർവ്വരാലും അംഗീകരിക്കപ്പെട്ട സത്യസന്ധതക്കും വിശ്വസ്തതക്കും പേരുകേട്ട, ജനങ്ങൾ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന, തർക്കങ്ങളിൽ മധ്യസ്ഥനാക്കിയിരുന്ന ഉന്നത കുലജാതനായ, മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഗോത്രത്തിൽ ജനിച്ച, സുന്ദരനായ, സുശീലനായ, സമൂഹത്തിൽ തനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ലഭിക്കുമായിരുന്ന ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വം 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ അറിയിച്ചു കൊടുത്ത ചില സത്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കടന്നുപോയ പീഡന നൈരന്തര്യം, ആ പീഡന നൈരന്തര്യത്തിന് നടുവിൽ പതറാതെ ഈ സത്യം ഉറക്കെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സ്ഥൈര്യം, ആ സ്ഥൈര്യം യഥാർത്ഥത്തിൽ പ്രവാചകന് അദ്ദേഹം പ്രബോധനം ചെയ്ത ആശയങ്ങളുടെ സത്യതയെ സംബന്ധിച്ച ബോധ്യത്തിൽ നിന്നുണ്ടായതാണ്. ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് അനുഭവിച്ച പ്രയാസങ്ങളിലും പീഡനങ്ങളിലും ശ്രദ്ധേയമായ സ്ഥാനമാണ് അബൂ ത്വാലിബ് താഴ്വരയിൽ പ്രവാചകനും കുടുംബവും അനുഭവിച്ച ബഹിഷ്കരണത്തിനുള്ളത് എന്ന് നമുക്കറിയാം. ഷീബു അബീ ത്വാലിബ് എന്നറിയപ്പെട്ട മക്കയിലെ ഒരു താഴ്വരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയരായി. എന്തായിരുന്നു ഈ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് നേരെ വധഭീഷണികൾ ഉണ്ടായി. ഈ വധഭീഷണികളുടെ പശ്ചാത്തലത്തിൽ പ്രവാചകനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിരുന്ന അബൂ ത്വാലിബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്, ബനൂ ഹാഷിം കുടുംബം. ബനൂ ഹാഷിം കുടുംബം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. ഈ സമയത്ത് മക്കയിലെ ബഹുദൈവാരാധകരായ പ്രവാചകന്റെ ശത്രുക്കൾ ബനൂ ഹാഷിം കുടുംബത്തോട് ആവശ്യപ്പെട്ടു, ഇത് അനുവദിക്കില്ല, ഞങ്ങൾക്ക് പ്രവാചകനെ വിട്ടുതരണം, മുഹമ്മദിനെ ഞങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു തരണം. അയാൾ മക്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നു, നാം പിന്തുടർന്നു വന്ന മതത്തെ അദ്ദേഹം വിമർശിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണം. ബനൂ ഹാഷിം കുടുംബമേ, നിങ്ങൾ വാശി അവസാനിപ്പിക്കണം, പ്രവാചകനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നാൽ പ്രവാചകന്റെ പിതൃവ്യനായ അബൂ ത്വാലിബ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധമായില്ല. ഈ സന്നദ്ധമാകാത്തതിൻ്റെ പേരിൽ
പ്രവാചകനെ വിട്ടുകിട്ടാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്താനാണ് മക്കയിലെ ബഹുദൈവാരാധകർ ഷേബു അബി ത്വാലിബിലേക്ക്, അബൂ ത്വാലിബ് താഴ്വരയിലേക്ക് പ്രവാചകനെയും കുടുംബത്തെയും സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയരാക്കി ഒറ്റപ്പെടുത്തുന്നത്. ഭക്ഷണം പോലും, ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും പ്രവാചകനും കുടുംബത്തിനും കൊടുക്കരുത് എന്ന് സമൂഹത്തിലെ ഓരോ അംഗങ്ങളോടും നിർദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും പട്ടിണിക്കിട്ടു ശത്രുക്കൾ. നമുക്കറിയാം 3 വർഷത്തോളം കാലം മുഹമ്മദ് നബിയും അനുയായികളും ഷേബ് അബൂ ത്വാലിബ് എന്ന് അറിയപ്പെടുന്ന താഴ്വരയിൽ പട്ടിണി കിടന്ന് നരകിക്കുകയാണ്. പ്രവാചകന്റെ കുടുംബത്തിലെ കൊച്ചുകുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളുടെ മുന്നിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങൾ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പച്ചില ഭക്ഷിക്കേണ്ട അവസ്ഥ വന്നു ചേരുകയാണ്. ചെടികളുടെ ഇലകൾ പറിച്ച് ആടുകൾ ഭക്ഷിക്കുന്ന രീതിയിൽ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രവാചകന്റെ കുടുംബം. അറിയുക, നമ്മൾ ഈ സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയരായവരിൽ വിശ്വാസികൾ മാത്രമല്ല ഉള്ളത്, പ്രവാചകന്റെ കുടുംബത്തിൽ അവിശ്വാസികളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ അവിശ്വാസികൾ അടക്കമുള്ളവരാണ് മക്കയിലെ പ്രവാചകന്റെ ശത്രുക്കളുടെ സാമൂഹിക ബഹിഷ്കരണത്തിന് വിധേയരാകുന്നത്. ആ സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് പ്രവാചകന്റെ മനസ്സിലുള്ള സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റത്തെ കാണാൻ നമുക്ക് കഴിയണം. പ്രവാചകന് കുട്ടികളോടുള്ള കരുണയെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ കുട്ടികൾ വാവിട്ട് നിലവിളിക്കുന്നു, പൊട്ടിക്കരയുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ആദർശം അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കൊന്നും സംഭവിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മക്കക്കാരുടെ ഉപരോധത്തെ ചെറുത്തു നിൽക്കുന്നു. ആ കുടുംബക്കാരുടെ മുഖത്ത് നോക്കണം പ്രവാചകന്. ഞങ്ങളുടെ കുട്ടികൾ വിശന്ന് നിലവിളിക്കുന്നത് ഇതാ ഈ മനുഷ്യൻ, അദ്ദേഹം ചില ആശയങ്ങൾ പറയുന്നതിന്റെ പേരിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും പട്ടിണി കിടക്കുന്നത് ഇതാ ഈ മുഹമ്മദ് ചില ആശയങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ്. ഇദ്ദേഹത്തിന് ഒരു കോംപ്രമൈസിന് സന്നദ്ധനായിക്കൂടെ? ഞങ്ങളുടെ അവസ്ഥ പരിഗണിച്ചിട്ടെങ്കിലും ഈ ആശയ പ്രബോധനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറിക്കൂടെ എന്ന ഭാവവുമായി മുഖത്തു നോക്കുന്ന കുടുംബാംഗങ്ങളെ ദിനേന കണ്ടുകൊണ്ടിരിക്കണം പ്രവാചകന് 3 വർഷത്തോളം കാലം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മറ്റെല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്നും വ്യത്യസ്തനാവുകയാണ്. ഒരു മനുഷ്യന് സ്വരു ജീവിതത്തിൽ ഒരു പുരുഷായുസ് കൊണ്ട് അനുഭവിച്ചു തീർക്കാവുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തെ മാനസികമായി അലട്ടുമ്പോഴും പടച്ച തമ്പുരാൻ തന്നെ ഏൽപ്പിച്ച ആശയ പ്രചരണം എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോവുകയില്ല എന്ന തീരുമാനത്തിലെത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ സ്വന്തം ദൗത്യത്തോടുള്ള കമ്മിറ്റ്മെന്റിൽ, സ്വന്തം ദൗത്യത്തോടുള്ള പ്രതിബദ്ധതയിൽ പ്രവാചകൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഉജ്ജ്വലമായി നിൽക്കുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇതിനെല്ലാം പുറമെ ഭൗതിക സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്ന് പ്രവാചകനെ വ്യത്യസ്തനാക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ഘടകം കൂടിയുണ്ട്. ഭൗതിക സാമൂഹ്യ പരിഷ്കർത്താക്കൾ എല്ലാവരും അവരുടെ സ്വപ്നങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. കാൾ മാർക്സിനെയും ആംഗൽസിനെയും തന്നെ ഉദാഹരണമായി എടുത്താൽ അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, സ്വകാര്യ സ്വത്തില്ലാത്ത ലോകം എന്ന സ്വപ്നം. ആ സ്വപ്നം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഭരണകൂടം പോലും ആവശ്യമില്ലാത്ത വിധം സമത്വം കളിയാടുന്ന ഒരു സമൂഹം എന്ന സ്വപ്നം, ആ സ്വപ്നം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. മാർക്സിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിപൂർണമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രം പോലും ലോക ഭൂപടത്തിൽ അവശേഷിക്കാത്ത വിധം അവരുടെ സ്വപ്നങ്ങൾ തകർന്നു തരിപ്പണമായി മാറി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശോധിക്കൂ നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂല സാഹചര്യത്തിൽ തളരാതെ പതറാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ആ ആശയ പ്രചരണത്തിന്റെ അനന്തര ഫലമായി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് അനുസൃതമായൊരു സമൂഹം മദീനയിൽ നിലവിൽ വന്നു. അതാണ് നാം ഹിജറയ്ക്ക് ശേഷം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാശയങ്ങളാണോ പ്രചരിപ്പിച്ചത് ആ ആശയങ്ങളെ പ്രയോഗവൽക്കരിച്ച ഒരു സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതു തരത്തിലുള്ള സമൂഹത്തെയാണോ വിഭാവനം ചെയ്തത് ആ തരത്തിലുള്ളൊരു സമൂഹം, ലോകത്തെ എല്ലാവിധ നന്മകളുടെയും എക്കാലത്തെയും ഏറ്റവും വലിയ പ്രതിനിധാനമായി നിലകൊള്ളുന്നൊരു സമൂഹം. ആ സമൂഹത്തെ സ്വന്തം കൺമുന്നിൽ കേവലം 23 വർഷക്കാലം കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. വല്ലാത്തൊരു സംതൃപ്തിയാണത്. കേവലം കുറെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിനപ്പുറം
ആ ആശയങ്ങളെ കൃത്യമായി പ്രയോഗവൽക്കരിക്കുന്ന ഒരു സമൂഹം നിലവിൽ വരിക എന്ന ലോകത്തൊരു പക്ഷേ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവിനും ലഭിച്ചിട്ടില്ലാത്ത സംതൃപ്തി, അത്തരമൊരു സംതൃപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ലഭിച്ചത്. ആ വിപ്ലവത്തിൻ്റെ വില യഥാർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. നമുക്ക് ആൾ ദൈവങ്ങളെ പരിചയമുണ്ട്. ആൾ ദൈവങ്ങൾ ഒരുപക്ഷെ 2 or 3 തലമുറകൾ ജീവിച്ചേക്കും. എന്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്? അവർ ചില ചെപ്പടി വിദ്യകൾ കാണിക്കും, അവർ ചില അത്ഭുതങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കും, എന്നിട്ട് ദിവ്യത്വം അവകാശപ്പെടും. ഈ അത്ഭുത വിദ്യകളിൽ, ഇവരുടെ മാസ്മരിക പ്രകടനങ്ങളിൽ മനം മയങ്ങിയ ആളുകൾ പലപ്പോഴും ഈ ആൾ ദൈവത്തിന് ദിവ്യത്വമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കും. സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരാൾ ദൈവം എന്ന നിലയ്ക്ക് 2 or 3 തലമുറകൾ അവർ ജീവിക്കും. അത് കഴിഞ്ഞാൽ അതിലുള്ള ഹരം നഷ്ടപ്പെടും, അവർ അവരുടെ മനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകും. മറ്റു ചില ആളുകൾ സുന്ദരമായ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കും. ഈ ആളുകൾ മരിച്ചാലും അവരുടെ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ജനങ്ങൾ ആ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകും, ഒരുപക്ഷെ ഏതാനും തലമുറകൾ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കാണിച്ച ഏതെങ്കിലും അത്ഭുതങ്ങളുടെ പേരിലല്ല ലോകത്ത് ജീവിക്കുന്നത്. അദ്ദേഹം കാണിച്ച ഏതെങ്കിലും ചെപ്പടി വിദ്യകളുടെ പേരിലല്ല ലോകത്ത് ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ മഹത്വം പ്രസംഗിച്ചുകൊണ്ടല്ല ലോകത്ത് പ്രവാചകൻ ഇപ്പോഴും ജീവിക്കുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ രംഗങ്ങളും ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല ചരിത്രത്തിൽ ഇങ്ങനെയൊരു വ്യക്തിത്വം. ആശയങ്ങൾ പ്രഘോഷിക്കപ്പെട്ടവരുണ്ട്, ആശയങ്ങൾ ആഘോഷിക്കപ്പെട്ടവരുണ്ട്, ചപ്പടി വിദ്യകൾ കൊണ്ട് മനസ്സുകളിൽ കയറിക്കൂടിയവരുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതം കറപുരളാത്തതാണ് എന്ന് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ മുഴുവൻ രംഗങ്ങളും പ്രത്യക്ഷരം അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രതിഭാസം, അവസ്ഥാവിശേഷം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ്. പ്രവാചകന്റെ ജീവിതം അത് പടച്ച തമ്പുരാന്റെ മാർഗദർശനങ്ങളുടെ മാത്രം വെളിച്ചത്തിലുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തിന്മയായി യാതൊന്നുമില്ല എന്നും അദ്ദേഹത്തിന്റെ ജീവിതം 100% അനുധാവനം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുമുള്ള ബോധ്യം ലോകത്ത് അവശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അത്തരത്തിലുള്ള കോടിക്കണക്കിന് ആളുകൾ ലോകത്ത് നിലനിൽക്കുന്ന രീതിയിൽ സാമൂഹ്യ പരിഷ്കരണം നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. ഇത് ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ പ്രവാചകന് മാത്രം അവകാശപ്പെട്ട ഒരു തരം സാമൂഹ്യ സൃഷ്ടിയാണ് എന്നാണ് ചരിത്രത്തിൻ്റെ അളവുകോലുകൾ വെച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മുൻ പ്രവാചകന്മാർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം അവരുടേതായ കാലത്ത്. എന്നാൽ ചരിത്രത്തിൻ്റെ പൂർണ്ണമായ പ്രകാശത്തിൽ അല്ല അവരൊന്നും ജീവിച്ചത് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു സാമൂഹ്യ സൃഷ്ടിയുടെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൻ്റെ പൂർണ്ണമായ പ്രകാശത്തിൽ സൃഷ്ടിച്ച ഇത്തരമൊരു സമൂഹം, ആ സമൂഹത്തിൻ്റെ പിന്തുടർച്ച ഇന്നും നിലനിൽക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലും പ്രവാചകൻ കൃത്യമായി സൂക്ഷ്മമായി അനുധാവനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹ സൃഷ്ടി സാധിച്ചു. ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ പഠിപ്പിച്ച ആശയങ്ങൾ പ്രബോധനം ചെയ്ത് വളരെ കൃത്യമായി തൻ്റെ സ്വപ്നം സഫലമാക്കുന്ന രീതിയിൽ ഒരു സാമൂഹ്യ സൃഷ്ടി സാധ്യമാക്കുന്നു. ഈ സാമൂഹ്യ സൃഷ്ടിക്കു ശേഷമുള്ള പ്രവാചകന്റെ ജീവിതം എന്താണ്? അത് നാം പരിശോധിക്കണം. ഹിജറയ്ക്ക് ശേഷം മദീനയിലെത്തുന്നു. മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകുന്നു. പ്രവാചകൻ രാഷ്ട്ര നേതൃത്വം ഏറ്റെടുക്കുന്നു. നീതിപൂർവകമായ ഭരണം നടത്തുന്നു. മദീനയിൽ നിന്ന് തിന്മകൾ ഒഴിഞ്ഞു പോകുന്നു. എല്ലാവിധ നന്മകളുടെയും പ്രതിനിധാനമായി മദീന നിലനിൽക്കുന്നു. ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന പ്രതീക്ഷയുടെ ചെറുതുരുത്തായി മദീന മാറുന്നു. അപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അകത്തു നിന്നും പുറത്തു നിന്നും പ്രശ്നങ്ങൾ. ഒരു വശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ച മക്കയിലെ ബഹുദൈവാരാധകർ അവർ മദീനയെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സമയത്ത് പ്രവാചകനും അനുയായികളും അവരുടെ സമ്പത്ത് മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. മക്കയിലെ ബഹുദൈവാരാധകർ ആവിഷ്കരിച്ച പദ്ധതി, ഈ പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സ്വത്ത്, ആ സ്വത്ത് ഉപയോഗിച്ച് കച്ചവടം നടത്തുകയും ആ കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന ലാഭം ഉപയോഗിച്ചുകൊണ്ട് മദീനക്കെതിരെ യുദ്ധം നയിക്കുകയും ചെയ്യുക എന്ന പദ്ധതിയാണ് മക്കയിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ സൈന്യമുള്ള മക്കക്കാരുടെ എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുമുള്ള ഏതൊരാക്രമണവും ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരിക്കണം എന്ന അവസ്ഥയിലേക്ക് മദീന പോകുന്നു. പ്രവാചകനും അനുയായികളും അസ്വസ്ഥരാകുന്നു. ഇവിടെ ഇത് പുറത്തു നിന്നുള്ളൊരു ഭീഷണിയാണ്. പക്ഷേ ആ ഭീഷണി അവിടം കൊണ്ട് അവസാനിച്ചില്ല. അപ്പോഴാണ്
പ്രവാചകനിൽ വിശ്വസിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ സമൂഹത്തിലേക്ക് കയറിക്കൂടിയ ചില ആളുകൾ കപടവിശ്വാസികളാണ് എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നതും ഈ കപടവിശ്വാസികൾ മക്കയിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യവുമായി പലപ്പോഴും കരാറുകൾക്ക് സന്നദ്ധമാകുന്നു എന്ന വസ്തുത പ്രവാചകൻ മനസ്സിലാക്കുന്നതും ഇവിടെ പ്രവാചകന്റെ സമൂഹത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൂട്ടത്തിൽ വിശ്വാസികളായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ പോലും മക്കക്കാരുമായുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുത്ത് മദീനയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അവിടെയും തീർന്നില്ല പ്രശ്നങ്ങൾ. മദീനയിൽ പ്രധാനപ്പെട്ട 3 ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ബനൂ ഖൈനുഖാ, ബനൂ നളീർ, ബനൂ ഖുറൈള എന്നീ 3 ജൂതഗോത്രങ്ങൾ. ഈ 3 ജൂതഗോത്രങ്ങൾ കപടവിശ്വാസികളുമായും മക്കയിൽ നിന്ന് മദീനയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളുമായും ഗൂഢാലോചന നടത്തി മദീനയെ തകർക്കാനുള്ള പദ്ധതികൾ അകത്ത് നിന്ന് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയും തീർന്നില്ല പ്രശ്നങ്ങൾ. മദീനയ്ക്ക് ചുറ്റും ചില ചെറിയ ചെറിയ അറബി ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, പ്രാദേശിക അറബി ഗോത്രങ്ങൾ. ഈ പ്രാദേശിക അറബി ഗോത്രങ്ങൾ അവർ നേരത്തെ പറഞ്ഞ എല്ലാ ശത്രുക്കളുമായും കൂടിയാലോചിച്ചുകൊണ്ട് മദീനയെ തകർക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കണം, പ്രവാചകൻ അകപ്പെട്ട സന്നിഗ്ധാവസ്ഥയുടെ ആഴമെത്രയായിരിക്കും. മക്കയിൽ ഈ പീഡനങ്ങൾ മുഴുവൻ സഹിച്ചു, ഈ പ്രയാസങ്ങൾ മുഴുവൻ സഹിച്ചു. ഒന്നിലും തളർന്നില്ല, ഒന്നിലും ക്ഷീണിച്ചില്ല. അദ്ദേഹം ഒരു പ്രതിബന്ധത്തിനും അദ്ദേഹത്തെ തളർത്താനായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. മക്കയിൽ നിന്ന് അദ്ദേഹത്തിനും വിശ്വാസികൾക്കും ഒരിക്കലും സ്വൈര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സഫലമായി. ഒരു സമൂഹം നിലവിൽ വന്നു. ഇവിടെ വെച്ച് പ്രളയത്തിന് നടുവിലാവുകയാണ്. മദീന എന്ന വിഭവശേഷി തീരെയില്ലാത്ത ചെറിയ ഇന്നലെ മാത്രം നിലവിൽ വന്നൊരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ അകത്തു നിന്നും പുറത്തു നിന്നും സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി പ്രയത്നങ്ങൾ നടക്കുന്നു. എന്തു ചെയ്യണം പ്രവാചകൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണ്, നമ്മൾ മനസ്സിലാക്കണം. മദീന എന്ന രാഷ്ട്രത്തിന്റെ നേതാവ് എന്ന നിലക്ക് പ്രവാചകന്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളെല്ലാവരും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വളരെ സ്ട്രാറ്റജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക. നാം ഇന്ത്യയുടെ സൈനിക മേധാവിയാണ്. നമുക്ക് വിവരം കിട്ടുന്നു, ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ഒരു അയൽ രാഷ്ട്രം പരിശ്രമിക്കുന്നു. അവരുടനടി ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളെയും കൊന്നു കുടിച്ചു മൂടുകയാണ് അവരുടെ പദ്ധതി എന്ന് മനസ്സിലായാൽ ഇന്ത്യയുടെ സൈനിക നേതാവിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇന്ത്യയുടെ ഭരണത്തലവന്റെ ഉത്തരവാദിത്തം എന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്താണ്? അവർ ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ പറയും, രാഷ്ട്രത്തലവന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം പ്രജകളുടെ സംരക്ഷണമാണ്. ഈ പ്രജകളുടെ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രത്തലവൻ അവരെ പ്രതിരോധിക്കണം. അവർ നമ്മെ യുദ്ധം ചെയ്ത് ആക്രമിക്കാനാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഒരു യുദ്ധം കൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കണം. യുദ്ധമല്ലാത്ത മറ്റൊരു പോംവഴിയില്ലാത്ത സന്ദർഭത്തിൽ, യുദ്ധം കൊണ്ടല്ലാതെ അവരെ തുരത്താൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ യുദ്ധത്തിന് സന്നദ്ധമായ മതിയാകൂ, ഇല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ കൊണ്ടാണ് അവർ കളിക്കുന്നത് എന്ന് നാം പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം മക്കയിൽ നിന്നുള്ള ബഹുദൈവാരാധകരും മദീനയുടെ അയൽഗോത്രങ്ങളും മദീനക്കകത്തുള്ള കപടവിശ്വാസികളും അവിടെയുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളുമെല്ലാം പല രീതിയിൽ മദീനയെ നശിപ്പിക്കുവാനും അവിടെയുള്ള പ്രജകളെ നാമാവശേഷമാക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇടപെട്ടു. അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ പശ്ചാത്തലം. ഇവിടെ നമ്മൾ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങൾ നമ്മുടെ എല്ലാം മേശപ്പുറത്തെത്തുകയും നാം എല്ലാം അവ വളരെ കൃത്യമായി വായിക്കുകയും അവയുടെ ആശയങ്ങൾ നമ്മുടെ തലച്ചോറിന് സ്വാധീനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. എന്തിനാരോടാണ് യുദ്ധം നയിക്കുന്നത്? പ്രവാചകൻ വലിയ യുദ്ധക്കൊതിയനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമാസക്തനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തദാഹിയാണ് എന്നൊക്കെയാണ് ഈ സംഭവങ്ങളെ വെച്ച് ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ലോക ചരിത്രത്തിൽ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹായുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട യുദ്ധങ്ങൾ ചരിത്രത്തിൽ ചരിത്രാതീത കാലത്തുണ്ടായിട്ടുണ്ട്, ചരിത്ര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആധുനിക കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, 2 ലോക യുദ്ധങ്ങളാണ് ഇപ്പോഴത്തെ ലോക രാഷ്ട്രീയത്തിൻ്റെ ഘടനയെപ്പോലും നിർണയിച്ചത് എന്ന് നമുക്കറിയാം. 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളിൽ നിരപരാധികളായ എത്രയോ ആളുകൾ കൊന്നുകുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? അലക്സാണ്ടറുടെ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? അശോകന്റെ യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു? ലോക പോലീസായി ചമയുന്ന അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണ്? ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണ്?
ആ യുദ്ധങ്ങളെല്ലാം ഒന്നൊടിയാതെ ഭൗതികമായ വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ടിയായിരുന്നു. യുദ്ധം നയിക്കുന്നവരുടെ ജീവിതം സുഖലോലുപമാക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ അധികാര കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ചോര ചിന്തിയിട്ടാണെങ്കിലും ശരി, ഞങ്ങൾക്ക് സുഖസമൃദ്ധിയിൽ ആറാടണം എന്ന പൈശാചികമായ ദുരാഗ്രഹത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഉടലെടുത്ത യുദ്ധങ്ങൾ. നിങ്ങൾക്കറിയുമോ പ്രവാചകന്റെ ഭരണാധികാരി എന്ന നിലയിലെ ജീവിതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധങ്ങൾ മുഴുവൻ നയിക്കുന്ന സമയത്ത്, ഈ യുദ്ധങ്ങളെല്ലാം നയിച്ച ശേഷവും മദീനയുടെ ഭരണാധികാരി എന്ന നിലക്ക് പ്രവാചകന്റെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോയി നോക്കണം. ആ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് മാസങ്ങളായി. ഭക്ഷണമുള്ള സമയത്ത് ഭക്ഷിക്കാനുള്ളത് ഉണക്കറൊട്ടിയും കാരക്കയും പച്ചവെള്ളവും മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അവസ്ഥയാണിത്. കേവലം ഭക്ഷണത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടൊരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന്റെ പായയിൽ നിന്ന് എണീറ്റ് വന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കിടന്ന പായയുടെ പാടുകൾ അദ്ദേഹത്തിന്റെ പുറത്തുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വികാരാധീനനായി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, കിസ്റയും കൈസറും ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ആറാടുകയാണ്. അങ്ങ് അള്ളാഹുവിന്റെ ദൂതൻ, മദീനയിലെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലവൻ, അങ്ങിതാ ഒരു ഈന്തപ്പനയുടെ മടലിൽ കിടന്നുറങ്ങുന്നു. അങ്ങയുടെ പുറത്ത് ആ പായ പാടുകൾ വീഴ്ത്തുന്നു. അങ്ങേക്ക് ഞാൻ ഒരു മെത്ത കൊണ്ടുവരട്ടെയോ? കൂടുതൽ നല്ല രീതിയിൽ ഉറങ്ങാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയാന്വിതനായ മറുപടി, ഉമർ, അവരുടെ ജീവിതം ഇഹലോകത്താണ്, നമ്മുടെ ജീവിതം പരലോകത്താണ്. നമുക്കെന്തിനാണ് ഈ സുഖ സൗകര്യങ്ങൾ? ഇതാണ് പ്രവാചകൻ. ഈ യുദ്ധങ്ങൾ മുഴുവൻ നയിച്ച ശേഷം മദീനയുടെ വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. എന്തിനാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരു സമയത്തെ ഭക്ഷണം കിട്ടാൻ മദീന എന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പടയങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു വസ്തുതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധങ്ങളെ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിത സൗകര്യങ്ങൾ ഒരു ഇഞ്ചു മുന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭൗതികമായ വിഭവങ്ങൾ സമാഹരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം സുഖലോലുപമാവുക എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടേയില്ല. നമുക്കെല്ലാം അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പോകട്ടെ, ഏതൊരാളുടെയും ദൗർബല്യമാണ് അയാളുടെ കുടുംബം. പ്രവാചകൻ മദീനയുടെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഉപ്പ, ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ തഴമ്പ് വീണിരിക്കുന്നു, എനിക്കൊരു വേലക്കാരിയെ നിശ്ചയിച്ചു തരണം. പ്രവാചകന്റെ കയ്യിൽ വേലക്കാരികളുണ്ട്, പ്രവാചകന്റെ കയ്യിൽ ഭൃത്യന്മാരുണ്ട്, ഭൃത്യകളുണ്ട്. വേണമെങ്കിൽ രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലക്ക് ഫാത്തിമക്ക് ഒരു വേലക്കാരനെ കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സന്നദ്ധമായില്ല. അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പടച്ച തമ്പുരാന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാൻ നിമിത്തമാകുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മടക്കി അയച്ചു. ഇത് നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. മദീനയിൽ എത്രയോ സ്ത്രീകളുണ്ട്, അവരെല്ലാം ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാം കൈകളിൽ തഴമ്പ് വീഴുന്നുണ്ട്, അവർക്കാർക്കും വേലക്കാരികളില്ല. പിന്നെ ഭരണാധികാരിയുടെ പുത്രിക്ക് മാത്രം വേലക്കാരി ഉണ്ടായിക്കൂടാ? മദീനയിൽ എത്രയോ പ്രജകൾ കഷ്ടപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുക്കളയിൽ പ്രയാസപ്പെടുന്ന സമയത്ത് ഭരണാധികാരിയുടെ പുത്രി മാത്രം വേലക്കാരനെയോ വേലക്കാരിയെയോ വെച്ച് സുഖിച്ചുകൂടാ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട്. ആലോചിച്ചു നോക്ക്, നമ്മൾ വിശാലമായൊരു സാമ്രാജ്യത്തിന്റെ അധികാരം കയ്യിലുണ്ടായിട്ട് സ്വന്തമായി സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നത് പോകട്ടെ, തൻ്റെ പ്രിയപ്പെട്ട പുത്രിക്ക് ചെറിയൊരു ആനുകൂല്യം അനുവദിക്കാൻ പോലും സന്നദ്ധമാകാതിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നത് 100% തീർച്ചയാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്? നമുക്കെല്ലാം അറിയാം, പ്രവാചകന്റെ യുദ്ധാസക്തി എന്ന പേരിൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ വായിച്ചാൽ പലപ്പോഴും പ്രവാചകൻ രക്തദാഹിയായ യുദ്ധക്കൊതിയനായ ഒരു രാഷ്ട്രനായകന്റെ ചിത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നയിച്ച യുദ്ധങ്ങളുടെ മുഴുവൻ പശ്ചാത്തലവും അതിൻ്റെ ലക്ഷ്യവും കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മൾക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന വസ്തുത, പ്രവാചകൻ യുദ്ധം നയിച്ചത് ലോകത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന വസ്തുതയാണ്. ലോകത്തോടുള്ള സ്നേഹം കൊണ്ട്. അതെന്താണ്? നമുക്കെല്ലാം അറിയാം,
പടച്ച തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വെളിച്ചം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചം ലോകത്തിന് മുഴുവൻ കൈമാറാനുള്ള വെളിച്ചമാണ്. ആ വെളിച്ചം അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കേണ്ടത്. ഇവിടെ മദീനയെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നശിക്കുന്നത് കേവലമായ മദീനയല്ല, നശിക്കുന്നത് കേവലം പ്രവാചകനല്ല, നശിക്കുന്നത് കേവലം പ്രവാചകന്റെ അനുയായികളല്ല, മദീനയിലെ പ്രജകളല്ല, മറിച്ചൊരാദർശമാണ്. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമായി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആദർശം, ആ ആദർശത്തെ കൊന്നു കുഴിച്ചു മൂടാനാണ് ശത്രുക്കളുടെ ശ്രമം. ഇവിടെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഇവിടെ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ആദർശം നാമാവശേഷമാകും. ആ വെളിച്ചം ലോകത്തിന് കിട്ടാതെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. എൻ്റെ കയ്യിൽ ഈ വെളിച്ചം ലോകത്തിനുള്ള വെളിച്ചമാണ്. മക്കയിലെ ഏതാനും തെമ്മാടികളുടെ അധികാരം മുഷ്കിന് മുന്നിൽ ഞെരിഞ്ഞമരാനുള്ളതല്ല ഈ വെളിച്ചം. മക്കയിലെ ഏതാനും സാമൂഹ്യ ദ്രോഹികൾക്ക് ഊതിക്കെടുത്താൻ പറ്റുന്നതാവരുത് ഈ വെളിച്ചം. ആര് ഈ വെളിച്ചത്തെ തകർക്കാൻ ശ്രമിച്ചാലും ഈ വെളിച്ചം ലോകത്തിന് കൈമാറുക തന്നെ ചെയ്യണം. പ്രവാചകന്റെ യുദ്ധങ്ങളുടെ വിവരണങ്ങൾ നമ്മളെല്ലാവരും കണ്ണു തുറന്ന് വായിക്കണം സുഹൃത്തുക്കളെ. 1000 ശത്രുക്കൾക്കെതിരെ യാതൊരുവിധ സന്നാഹങ്ങളുമില്ലാതെ 300ഓളം ആളുകൾ, 3000 ശത്രുക്കൾക്കെതിരെ ഒരുവിധ സന്നാഹങ്ങളുമില്ലാതെ 1000ഓളം ആളുകൾ, 2 ലക്ഷത്തോളം ശത്രുക്കൾക്കെതിരെ കേവലം 3000ഓളം ആളുകൾ, 2 ലക്ഷത്തോളം ശത്രുക്കൾക്കെതിരെ കേവലം 3000ഓളം ആളുകൾ. ഇത്തരം യുദ്ധങ്ങൾക്കൊരുങ്ങുമ്പോൾ അവർക്കറിയാം രക്തസാക്ഷിയാകാൻ സാധ്യതയുണ്ട്, എൻ്റെ ഭാര്യ വിധവയാകാൻ സാധ്യതയുണ്ട്, എൻ്റെ മക്കൾ അനാഥയാകാൻ സാധ്യതയുണ്ട്, എൻ്റെ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഒരു യുദ്ധത്തിൽ നിന്ന് അടുത്ത യുദ്ധത്തിലേക്ക്, ഒരു പ്രതിരോധത്തിൽ നിന്ന് അടുത്ത പ്രതിരോധത്തിലേക്ക്, ജീവിതത്തിൽ സ്വസ്ഥമായി ഒന്ന് ശ്വാസമയക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാതെ പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്. നമ്മൾ ആലോചിക്ക്, ഒരുവിധ ലാഭവും ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ, രക്തസാക്ഷിയാകുമെന്ന ആശങ്കയോടെ, ഭാര്യ വിധവയാകും, മകൻ അനാഥയാകും എന്ന പ്രയാസത്തോടെ യുദ്ധക്കളത്തിലേക്ക് നിരന്തരമായി എടുത്തു ചാടേണ്ടി വരുന്നവരുടെ മാനസികാവസ്ഥ എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തത്? അവർക്കൊന്നും കിട്ടാനല്ല. പ്രവാചകനും അനുചരന്മാർക്കും അതിൽ ഭൗതികമായി യാതൊരു ലാഭവുമില്ല. അവരത് ചെയ്തത് ലോകത്തിന് വേണ്ടിയാണ്. ഈ വെളിച്ചം, ഞങ്ങൾക്ക് ലഭിച്ച വെളിച്ചം ഞങ്ങളുടെ തലമുറയോടുകൂടി അവസാനിക്കരുത്. ഈ കാപാലികർ ഞങ്ങളെ വന്ന് നശിപ്പിച്ചാൽ ഈ വെളിച്ചം അതോടുകൂടി കെട്ടുപോകരുത്. ഈ വെളിച്ചം അടുത്ത തലമുറകൾക്ക് കൈമാറാൻ ആളുണ്ടാകണം. ആ ആളുകൾ ഇവിടെ അവശേഷിക്കണമെങ്കിൽ ഈ അഹങ്കാരികൾ യുദ്ധ കൊതിയുമായി വരുമ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള വിഭവങ്ങൾ വെച്ച് നാം സന്നദ്ധമായേ മതിയാകൂ. പ്രവാചകന്റെ ഓരോ യുദ്ധവും ഓരോ ത്യാഗമായിരുന്നു. പ്രവാചകന്റെ ഓരോ യുദ്ധവും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തി, യാതൊരുവിധ ഭൗതികമായ വിഭവാസക്തിയുമില്ലാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പ്രവാചകനും അനുയായികളും തങ്ങൾ മദീനയിൽ സൃഷ്ടിച്ച വെളിച്ചം കെട്ടുപോകാതിരിക്കാനായി നടത്തിയ പിടച്ചിലുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ഇവിടെ യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് കൊലപാതകത്തെയും രക്തച്ചൊരിച്ചിലുകളെയും സംബന്ധിച്ച് വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ കടന്നുപോയവർക്കറിയാം, മനുഷ്യന്റെ ഏറ്റവും നശീകരണാത്മകമായ സാധ്യതകളിലൊന്നായി പരിശുദ്ധ ഖുർആൻ പരിഗണിക്കുന്നത് കൊലപാതകവും രക്തച്ചൊരിച്ചിലും നടത്താനുള്ള കഴിവിനെയാണ്. മറ്റു മനുഷ്യരെ കൊല്ലാനും അവരുടെ രക്തം ഭൂമിയിൽ ചിന്താനുമുള്ള കഴിവിനെയാണ് മനുഷ്യാസ്തിത്വത്തിന്റെ ഏറ്റവും നശീകരണാത്മകമായ സാധ്യതയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഹാബീലും കാബീലും തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ, ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഒരു കൊലപാതകത്തിൽ കലാശിച്ച സമയത്ത്, ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം നടന്ന സമയത്ത് അവർക്ക് വേണ്ടി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച നിയമം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയായൊരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ, നിരപരാധിയായൊരു മനുഷ്യന്റെ രക്തം ചിന്തിയാൽ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും രക്തം ചിന്തിയതിന് തുല്യമായ കൊടും പാതകമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും നിരപരാധിയായൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ സൽപ്രവർത്തനമാണ് അയാൾ നിർവഹിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഖുർആനിന്റെ നിലപാടുകൾ കൃത്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളിലൂടെ ഓരോന്നിലൂടെ കടന്നുപോയാൽ മനുഷ്യർ ഒരിക്കലും ചെയ്തുകൂടാത്ത, പടച്ച തമ്പുരാൻ അതീവ ഗൗരവതരമായി പരിഗണിക്കുന്ന, ഇസ്ലാമിക രാഷ്ട്രം പരമാവധി ശിക്ഷ നൽകേണ്ട കുറ്റകൃത്യമായി വധത്തെ, കൊലപാതകത്തെ, രക്തച്ചൊരിച്ചിലിനെ ഇസ്ലാം പരിഗണിക്കുന്നു.
ഇവിടെ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളുടെ ശത്രുപക്ഷത്താണ്, രക്തച്ചൊരിച്ചിലുകളുടെ ശത്രുപക്ഷത്താണ്, കൊലപാതകത്തിന്റെ ശത്രുപക്ഷത്താണ്. അതിനെല്ലാം എതിരെയാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനും കൊലപാതകത്തിനും രക്തച്ചൊരിച്ചിലുകൾക്കുമെതിരെ സംസാരിക്കുമ്പോഴും വേറൊരു വിഭാഗം യുദ്ധത്തിന് സന്നദ്ധമാകുന്നു. അവർ ആയുധം കയ്യിലെടുക്കുന്നു. അവർ പ്രവാചകനെയും അനുയായികളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ കലാപങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അവർ രക്തം ചിന്തുന്നു. ഇവിടെ എന്തു ചെയ്യണമെന്ന് നമുക്കെല്ലാം അറിയാം. ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഒരാൾ കൊന്നാലോ? ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഒരാൾ കൊന്നാൽ എന്ത് ചെയ്യണം? അയാൾക്ക് ശിക്ഷ വിധിക്കണം. കാരണം ഇല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. ഇവിടെ രക്തച്ചൊരിച്ചിലുകൾ അധാർമികമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു വിഭാഗം രക്തച്ചൊരിച്ചിലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യണം? രക്തച്ചൊരിച്ചിലുകൾ ആവർത്തിക്കാത്ത വിധത്തിൽ അവരുടെ കൈക്ക് പിടിക്കണം. യുദ്ധം ചെയ്തുകൊണ്ടാണ് രക്തച്ചൊരിച്ചിലുകൾ നടത്തുന്നതെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തണം. അവരുടെ ആധിപത്യം അവസാനിപ്പിക്കണം. അവർക്കിനി യുദ്ധം ചെയ്യാൻ കഴിയാത്ത അവസ്ഥാവിശേഷത്തിലേക്ക് അവരെ കൊണ്ടുപോകണം. ലോകസമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് അതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളുടെ എല്ലാം പശ്ചാത്തലം ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നാം